കിടക്കണം, അതും എനിക്കിഷ്ടം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെ പോയി നോണ്ടുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇടയ്ക്ക പോയിട്ട് അതിനെ പിടിച്ച് നോണ്ടുക. അന്നിട്ട് ചോദിക്കണം, എന്താ മുട്ട എഴുന്നേക്കാത്ത? അത് എഴുന്നേറ്റോളൂ, നീ മിണ്ടാടിക്കും. എഴുന്നേക്കിടില്ല. അപ്പം നമ്മൾ അതിനെ പിടിച്ചിങ്ങനെ പറയും, നീ എന്താ എഴുന്നേക്കാത്തേ? ഷോ അങ്ങനെ പറയാം. ബ്ലാക്കു ഞാൻ കെട്ടിപ്പിടിക്കണം, പക്ഷെ അത്യാവശ്യം ചെറിയ സാധനം വേണ്ട, വലുതായിരിക്കണം. ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ അങ്ങനെ കിടന്നിട്ടുണ്ട്, താഴെ തല വെച്ചിട്ട് ഇങ്ങനെ പിടുത്തിട്ട് ദേ ഇങ്ങോട്ട് ഇതെന്തിങ്ങനെ ഞാൻ സംസാരിക്കാറുണ്ട്. അതിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ്. ഇടയ്ക്കിടയ്ക്ക് മെറീസ നമ്മളാ കുട്ടനോട് സംസാരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് എല്ലാം നടക്കും എന്ന് തോന്നി. പിന്നെ പട കസ്റ്റമർ സ്നേഹം വേറെ, കസ്റ്റമർ വേറെ. ഞാനിവിടെ ഉണ്ടടാ, റൂമിലുണ്ട്. എവിടെ പോവാനാ രാവിലെ? ഏത് കുട്ടൻ? ഒരു കുട്ടൻ. ഷഫ്നത്ത മോനെ സുഖമാണോ? സുഖല്ലേ? ചോദിക്കണോ? ഇങ്ങനെ ചോദിക്കണം, അങ്ങനെയല്ല. നീ ഇങ്ങനെ പിടിച്ചിട്ട് നീ എന്താ കുട്ടാ ഇങ്ങനെ എപ്പോഴും തളർന്ന് കിടക്കുന്നത്? എനിക്ക് ഇങ്ങനെ കിടക്കല്ലേ, നിന്റെ കുഞ്ഞുമണി. അങ്ങനെയൊക്കെ അങ്ങനെ സംസാരിക്കണം. സംസാരിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തലോടുക. എന്നിട്ട് ഇങ്ങനെ സ്വത്ത് നോക്കുക. അങ്ങനെയൊക്കെ സംസാരിക്കണം. പക്ഷെ അവിടെ നല്ല അടിപൊളി, നല്ല ബാഡ് സ്മെല്ലൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ ഓക്കെ. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനെ ഇടയ്ക്കിടയ്ക്ക് പോയി തണുപ്പ് സമയത്ത് അങ്ങനെ കിടക്കും. ഇപ്പം അങ്ങനെ ആരും ഇല്ലല്ലോ. ഇപ്പം ഞങ്ങൾ ഡൈവോഴ്സ് ആയതിനു ശേഷം, ഡൈവോഴ്സ് അല്ല, പിരിഞ്ഞല്ല, വേണ്ടാന്ന് വെച്ചല്ലോ. എൻ്റെ ബാഡ് സ്മെല്ലില്ല. ജിംബുട്ടനാണോ? ഉറങ്ങിക്കിടക്കുന്ന കുണുവാവ. എൻ്റെ അമ്മോ. എടി മെറീസ, നമ്മുടെ സ്വന്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു അറപ്പും ഒന്നുമില്ല. എത്ര അറപ്പുണ്ടെങ്കിലും, പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന പക്ഷെ നല്ല നീറ്റായതുകൊണ്ട് അവിടെ എന്തായാലും ഒരു അറപ്പുണ്ടാവില്ല. ഓക്കെ, പക്കയാണ്. മനസ്സിലായോ? നമ്മൾ സ്നേഹിക്കുന്ന പുരുഷൻ പക്കയായതുകൊണ്ട് അവൻ്റെ ശരീരം നല്ലപോലെ വൃത്തിക്ക് സൂക്ഷിച്ചും കൊണ്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഒരു അറപ്പുമില്ല. എനിക്ക് അവിടെ ഇഷ്ടം കൂടുകയാണ്. മനസ്സിലായോ? അല്ലേ മാളു ചേച്ചി? കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അവിടെ ഇപ്പോൾ തല വെച്ച് കിടന്നാലോ എന്ത് ചെയ്താലും, നാക്കും കൊണ്ട് നക്കിയാലോ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. അതെത്ര വേണമെങ്കിലും ഞാൻ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുകയും ഇരിക്കുകയും ചെയ്യും. അങ്ങനെ പറയാലോ വിജി ഇപ്പോൾ ഡ്യൂട്ടിയിലാണ്, ഞാൻ മൂഡ് മാറും. സത്യം. എൻ്റെ രാഹുൽ മെസ്സേജ് കൊടുക്കുന്നു, കസ്റ്റമർ. ഈ രാഹുൽ വന്ന പൊളിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം അടിപൊളി അവൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. പക്ഷെ നീ രാത്രി വന്ന പോലെ എല്ലാം മുതലാളി പറയും പോലെ. ഞാൻ കൈക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് തന്നെ മൂടാവുന്നു. ഞാനിപ്പോൾ പോയിച്ചൂടി കിടക്കേണ്ടി വരുന്നു തോന്നുന്നു. ഞാനത് പുറത്തു പോയാലോ? KFC കഴിക്കാൻ പോയി. വേണ്ട, വയറ് ചാടും. ഞാൻ വാഴണം. എനിക്ക് ഇവിടേക്ക് വേറെ എടുക്കണു. കാലിന് വെയിറ്റ് കൂടിയെന്ന് തോന്നണേ. ഫുഡ് കഴിക്കണം. ഒന്നും കഴിച്ചില്ല, കഴിച്ചു വരൂ. പോവല്ലേ? ഓക്കെ, പിന്നെ ഓക്കെ. കഴിച്ചില്ല.